Hello viewers, namaste, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്റ്റോക്ക് ട്രേഡിങ്ങിലാണ്, സ്റ്റോക്ക് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് WinTrader യൂസ് ചെയ്ത് സ്റ്റോക്ക് ട്രേഡിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ 1-2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഞാൻ ടാറ്റ പവർ ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും മാർക്കറ്റ് റേറ്റ് ആണ് ഇവിടെ വരുന്നത്. ഇത് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ഇവിടെ ഡിസ്പ്ലേ വരും. അപ്പോൾ ഇതിനകത്തൊരു വൈറ്റ് വേർട്ടിക്കൽ ലൈൻ, അത് ഡേ സെപ്പറേഷൻ, ഓരോ ദിവസവും സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻസ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഗ്രീൻ കളറിൽ കിടക്കുന്ന അപ്പ് ആരോ ആണ് ബൈ ചെയ്യാനുള്ളതും, റെഡ് ഡൗൺ ആരോ വരുന്ന സെല്ലുമാണ്. അതായത് നമുക്ക് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സിഗ്നൽസ് എല്ലാം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട, ഇപ്പോൾ എനിക്കൊരു 5 ഷെയർസ് മതി അല്ലെങ്കിൽ ഒരു 10 ഷെയർസിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ താഴത്തെ ഓപ്പൺ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഈ 10 ഏതിലാണെങ്കിൽ സിഗ്നൽ വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേഷൻ, ഈ അലേർട്ട് മെസ്സേജ് സൗണ്ട് എഫക്റ്റൂടെ കാണാൻ പറ്റും. അതുപോലെ സൗണ്ട് എഫക്റ്റൂടെ നമുക്ക് വരും. അപ്പം നമ്മളത് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്ത ശേഷം ട്രേഡ് ചെയ്യുക. അതുപോലെ നമുക്കൊരു സ്കാനറുണ്ട്. ഈ സ്കാനറിൻ്റെ എന്ന് വെച്ചാൽ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്കാനറാണ്. അതിനകത്ത് 100 ചാർട്ട് വരെ നമുക്ക് ആഡ് ചെയ്തിടാം. നമുക്ക് വേണ്ട ചാർട്ടുകൾ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ടാറ്റ പവറിൻ്റെ കാണിച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇതുപോലെ സിഗ്നൽസ് വരും. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് കാണിക്കുക. അതുപോലെ ടാറ്റ പവറിൽ നമുക്ക് രാവിലെ ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബൈ ആൻഡ് സെൽ സിഗ്നൽ വരുമ്പോൾ നമ്മൾ എല്ലാത്തിനും കയറി ട്രേഡ് എടുക്കൽ. നമ്മൾ ഈ ടെക്നിക്കൽ സോഫ്റ്റ് യൂസ് ചെയ്യുന്നത് ട്രേഡിങ്ങിലുണ്ടാകുന്ന ലോസിനെ മാക്സിമം ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. കൺഫേം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ബൈസിക്കിൾ വന്നിട്ടുണ്ട്. ഇത് കൺഫേം എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ബാർ എന്ന് നോക്കിയാൽ ഓരോ ക്യാൻഡിൽ ഓരോ ബാർ ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ആ സിഗ്നൽ വരുമ്പോൾ ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ എന്തായിരിക്കണം? ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്തായിരിക്കണം? ബൈസോൺ എന്ന് എഴുതിക്കാണെങ്കിൽ 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ബൈസിക്കിൾ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീൻ ആൻഡ് പ്രൈസ് ബൈസോൺ ആയിരിക്കണം. നമുക്ക് സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ബൈ അറ്റ് 337 ഓൾറെഡി കയറിപ്പോയിട്ടാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. 346-40 വരെ കയറിയ ശേഷം ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ മാർക്കറ്റ് 343 നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് ഓൾറെഡി നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 100% ഒരിക്കലും പറയത്തില്ല, ഒരു 80-90% ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനകത്ത് ആക്യുറസി കിട്ടും. അപ്പോൾ ടാറ്റ പവറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ വന്ന ബൈസിക്കിൾ കൺഫേം ആയിരുന്നു. താഴെ ബാറും പ്രൈസ് ബൈസ് ഉണ്ടായിരുന്നു. ഈ കിടക്കുന്ന സെല്ലെന്ന് വെച്ചാൽ ഇന്നലത്തെയാണ്. അത് നമുക്ക് താഴത്തെ ബാർ ഇല്ലാത്ത കാരണം ട്രേഡ് എടുക്കേണ്ടതാണ്. സെല്ലാണെങ്കിൽ ഇത് റെഡ് ആണായിരുന്നു. പിന്നെ ഞാൻ ബ്രിട്ടാനിയ, ഇന്ന് രാവിലെ നല്ല മൂവ്മെൻറ്റ് തന്നാണ് ബ്രിട്ടാനിയ. രാവിലെ തന്നെ നല്ല രീതിയിൽ കയറിപ്പോയി ഒരു 49.50 മേളിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബൈസിൽ വന്ന ശേഷം താഴത്തെ ബാറും പ്രൈസും ബൈസോൺ ആണ്. 2 കൺഫർമേഷൻ ഓക്കെ ആയിരുന്നു. നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. 3 ടാർഗറ്റ്, സ്റ്റാറ്റസിൽ 3 ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ടെംപ്ലേറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കാനർ കാണാൻ പറ്റും. സ്കാനർ 1.1, 1.2. ഇപ്പോൾ നോർമലി നമ്മൾ 1.1 ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് എന്താണ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മുടെ വേർഷൻസ് ആണ്. നമ്മൾ ആക്ച്വലി 2009 തൊട്ട് ചെയ്യുന്നതാണ്. വേർഷൻസ് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ കാണിക്കുന്ന ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആണ്. അതിൻ്റെ മേലെ കിടക്കുന്ന ഓപ്ഷൻ ട്രേഡിങ്ങിലുള്ളതാണ്. അതുപോലെ നമുക്ക് ഇതിനകത്തൊരു സ്കാനറും കൂടെ അവൈലബിൾ ആണ്. സ്കാനർ എന്ന് വെച്ചാൽ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്കാനറാണ്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുന്നതിനകത്ത് നമ്മൾ ഏത് എടുത്തിട്ടാലും അതിൻ്റെ ട്രെൻഡ് കാണിക്കും. ഇത് ഒറ്റയടിക്ക് നമുക്ക് ട്രെൻഡ് അറിയാൻ പറ്റും. ഇതിപ്പോൾ ലോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട 100 ചാർട്ട്. ഇപ്പം ഇതിനകത്തെന്ന് വെച്ചാൽ 2 ഗ്രീൻ ആരോ, ഒരു റെഡ് ആരോ ഉണ്ട്. അതായത് മേജർ ട്രെൻഡ്, ഈ ആരോ വൈസ് നിങ്ങൾക്ക് അതിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മേജർ എത്ര ആരോ സ്കൂളിലാണ് അതിൻ്റെ ബേസ്ഡാണ് മാർക്കറ്റ്. ആ ട്രെൻഡ് അപ്പോൾ അതാണ് നടത്തുക. അതായത് ഫോർ എക്സാമ്പിൾ ഏതാ ഇപ്പോൾ എടുക്കുന്നത്, നമുക്ക് ഇപ്പം നമ്മൾ എടുത്തത് ടാറ്റ പവർ എടുക്കാം. അപ്പോൾ ടാറ്റ പവറിൽ 2 ഗ്രീനും ഒരു റെഡും ഉണ്ട്. അതായത് മേജർ ട്രെൻഡ് അവിടെ അപ്പ് ട്രെൻഡ് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് ഒന്ന് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓപ്ഷനാണ്. അവിടെ 3 റെഡ് ആരോ ഉണ്ട്. ദാറ്റ് മീൻസ് അവിടെ ട്രെൻഡ് ഡൗൺ ആണ്. ബജാജ് ഫിൻസറിൽ നോക്കുകയാണെങ്കിൽ 2 ഗ്രീനും ഒരു റെഡും. അതായത് മേജർ ട്രെൻഡ് അവിടെ അപ്പാണ്. അപ്പോൾ ട്രെൻഡ് വൈസ് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ സ്കാനറും കൂടി ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ഞാൻ കാണിച്ച ലൈവ് മാർക്കുള്ള പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ലൈവായിട്ട് കാണാനോ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റിനോ ഉണ്ടെങ്കിൽ എൻ്റെ ഓഫീസ് വരോ. ഓഫീസ് ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തുള്ള കേസ് സ്റ്റാൻഡ് അടുത്താണ്. ഒന്നെങ്കിൽ വരോ, അല്ലെങ്കിൽ താഴെ തന്നെ നമ്പറുണ്ട്, വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ തന്നെ ഇത് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി.